നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ഘടകങ്ങളാണ് അഴകും ആരോഗ്യവും. സൗന്ദര്യ രംഗത്തെയും ഫാഷൻ രംഗത്തെയും പുതുപുത്തൻ വർണ്ണക്കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ഭീമ ഗോൾഡ് സമയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കല്യാണങ്ങളിലൊക്കെ സമയമാണല്ലോ. അപ്പോൾ എവിടെ നോക്കിയാലും അല്ലേ എല്ലായിടത്തും കല്യാണങ്ങൾ. ഇനിയിപ്പോൾ ഒരു ജാനുവരി ഫെബ്രുവരി കല്യാണ സീസണാണ്. ഒരുപാട് വ്യൂവേഴ്സിനും ഇനിയിപ്പോൾ ബ്രൈഡ്സ് ആ പോകുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടാവും. എങ്ങനെ ഒരു ബ്രൈഡ് എത്ര നാൾ മുമ്പ് ഒരുങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൈഡ് എത്ര നാൾ മുമ്പ് ഒരുങ്ങി തുടങ്ങണം? മിനിമം ഒരു 2 months. ഓക്കെ. ഇന്നിപ്പോൾ ഇവിടെ ആദരിക്കും വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ ബ്രൈഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രൈഡൽ ഒരു മോഡൽ വന്നിട്ടുണ്ട്, ഐശ്വര്യയുടെ ഫേസിൽ ഒരു മേക്കപ്പ് ചെയ്തുകൊണ്ടൊരു മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ബ്രൈഡൽ മേക്കപ്പാണ് ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ്. അപ്പോൾ അതിലൂടെ ഒരു മേക്ക് ഓവർ പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പം എന്തൊക്കെ ഇപ്പം നമ്മുടെ ഈ കുട്ടി ഈ മോഡലിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പോൾ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഐശ്വര്യ അറിയാമല്ലോ, സുന്ദരിയാണ്. അതെ, കുറച്ചും കൂടി സുന്ദരിയാക്കുക. അതെ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ മുഖത്തിന് ചേർന്ന നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് ഹൈലൈറ്റ് ചെയ്യുമ്പോഴവർക്ക് കൂടുതൽ പറ്റും വരാം. എന്നാൽ ഐശ്വര്യയിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ? ഐശ്വര്യയുടെ ഐബ്രോസും ഐസും നല്ലതാണ്, ലിപ്പും നല്ലതാണ്. അപ്പം അതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ മേക്കപ്പും ഇതിനോടൊരു വലിയൊരു മേക്ക് ഓവർ നമുക്ക് വ്യൂവേഴ്സിനൊക്കെ കാണാം. എന്തായാലും മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ വരാം. ഓക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ മനസ്സിലൊരു ഷേപ്പ് ഉണ്ട്. അത് ഞാൻ കോണ്ടൂറിങ് മേക്കപ്പിലൂടെ ഷേപ്പ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നാണ് ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോകുന്നത്. ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നത് എൻ്റെ ഒരു സ്റ്റൈലുണ്ട്, കറക്റ്റ് സ്കിൻ ടോൺ എടുത്ത് മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ഓരോ ബ്രൈഡിൻ്റെയും സ്കിൻ ടോൺ അനുസരിച്ച് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് മിക്സ് ചെയ്ത് ചെയ്യുന്നൊരു മേക്കപ്പ് സ്റ്റൈലാണ് ഞാനിപ്പോൾ. ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേക്കപ്പിൻ്റെ ബേസാണ്. ബേസ് ചെയ്യുമ്പോഴും നെക്കും കൂടി കവർ ചെയ്ത് മേക്കപ്പ് ചെയ്യാം.
കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാൻ പോകും. ഇത് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് കണ്ണിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ബ്രൈഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ ഐ മേക്കപ്പാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ ഐ മേക്കപ്പ്. ഇപ്പോൾ വ്യൂവേഴ്സിനും എനിക്കും ഒക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ വലിയൊരു ചേഞ്ചാണ് ഇപ്പോൾ ഐശ്വര്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നേരത്തെ മാം സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു മാറ്റം നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് മേക്കപ്പിലൂടെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫീലാണ് തോന്നുന്നത്. ഐശ്വര്യയുടെ മുഖം നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്ത പോലെ തോന്നുന്നില്ല, എന്നാൽ അതേസമയം ഭംഗിയൊന്നും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല കണ്ണിന് കുറച്ചും കൂടി നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ശരിയാണ്, യെസ്. അപ്പോൾ അതാണ്, കണ്ണ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് അല്ലേ, ഭംഗിയായിട്ട് അതിങ്ങനെ സ്പഞ്ച് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് സ്പഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഒരു ലൈറ്റ് കളറാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യന് ആദ്യം കണ്ടുകഴിഞ്ഞാൽ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കാണ്. നല്ലൊരു ഡ്രസ്സ് ബ്രൗണും അതിനോട് എല്ലാം ഈവനായിട്ട് കിട്ടുന്നു അല്ലേ, ഈവനായിട്ട് കിട്ടുന്നു മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്, നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ബ്രൈഡ്സ് ഒക്കെ എങ്ങനെയാണ്? നാച്ചുറൽ ഹെയർ സ്റ്റൈൽ, നാച്ചുറൽ മതി, ഓപ്പൺ ഹെയർ മതി, അധികം ഇങ്ങനെ കെട്ടി വെക്കുന്ന ഒരു സ്റ്റൈൽ, ഹെവി ഹെയർ സ്റ്റൈൽ വേണ്ടെന്നുള്ളതാണ് അങ്ങനെയാണ് അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതുപോലത്തെ ആക്സസറീസ് ധാരാളം ഇപ്പം മേടിക്കാനൊക്കെ കിട്ടുമല്ലേ, പുറത്തിറങ്ങുന്നുണ്ട്. അതുപോലത്തെ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ഹെയർ സ്റ്റൈലിൽ ഒന്നും കൂടി ഭംഗി കൂട്ടും. അതെ, നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാകും. എന്തായാലും
നല്ലൊരു മേക്ക് ഓവറാണ്. ഐശ്വര്യ എന്ത് പറയണം, ഐശ്വര്യക്ക് ഈ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായോ? ചേച്ചി ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഓൾവേസ് എക്സ്പെക്റ്റഡ്. Nothing doesn't come as a surprise. It is her job and she does it well. എന്താണ് വ്യൂവേഴ്സിനടുത്ത് പറയാനുള്ളത്? ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഏറ്റവും ബ്യൂട്ടി ആയിരിക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പം അതിനുവേണ്ടി അത് ചെയ്യുന്നത് 2 മാസം മുന്നേ സ്കിന്നും ഹെയറും എല്ലാം നന്നായിട്ട് കെയർ ചെയ്ത് തുടങ്ങുക അല്ലേ? ഒരു 2 മാസം മുൻപെങ്കിലും കല്യാണം സ്കിന്നും ടാനെല്ലാം റിമൂവ് ചെയ്ത് നല്ല സ്കിന്നൊക്കെ പല പല ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ടാനൊക്കെ റിമൂവ് ചെയ്ത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു ബിഗ് ഡേയിലേക്ക് അല്ലേ അന്നത്തെ ദിവസം ഏറ്റവും സുന്ദരിയായിട്ടാണ് കാണുന്നത്. അതെ. അപ്പം നല്ലൊരു ഇതുപോലെ ഒരു സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയി അല്ലേ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് തുടങ്ങുക അല്ലേ? എന്തായാലും എനിക്കും എൻ്റെ വ്യൂവേഴ്സിനും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നു ഒരു മേക്ക് ഓവർ കണ്ടു, പ്രത്യേകിച്ച് ബ്രൈഡൽ സീസണൊക്കെയാണ്. അപ്പോൾ പല പല കാര്യങ്ങളും പറഞ്ഞു തന്നു. നമുക്ക് സിമ്പിളായിട്ട് അല്ലേ മേക്കപ്പ് ചെയ്ത് എന്നാൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഒരു സുന്ദരി കുട്ടിയായിട്ട് ഏതൊരു ബ്രൈഡ് ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് ഇതൊരു മേക്ക് ഓവറിലൂടെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓരോ ആഘോഷങ്ങളും വ്യത്യസ്തമായി ആത്മവിശ്വാസത്തോടെ ഒരുങ്ങും. നമ്മളെല്ലാവരും സ്വർണത്തെ ആശ്രയിക്കാറുണ്ട്. ഇതിനായി വിശ്രമമില്ലാത്ത ശ്രമങ്ങളാണ് സ്വർണ്ണ വിപണിയിലെ പ്രഗത്ഭരായ ഭീമ ജ്വല്ലറി നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് വെറൈറ്റി പാറ്റേൺസും ന്യൂ കളക്ഷൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ചേട്ടാ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് പുതുമകളെ സമ്മാനിക്കാൻ പോകുന്നു? ഇന്ന് നമുക്ക് ആൻറ്റിക്കിലെ ഹോൾക്കി വിഭാഗത്തിൽപ്പെട്ട ആഭരണങ്ങൾ ഹോൾക്കി ഡിസൈനിലാണ് ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചേക്കാം. ഹോൾക്കി ഡിസൈനിലുള്ള ഓർണമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ റൂബിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു വൈറ്റും എന്താ പറയുക മജന്ത കളറും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. നല്ല ഇയറിങ്സും ഇതിൽ ഫുൾ പോൾക്കി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഹോൾക്കി കൊണ്ട് അതുകൂടാതെ ചെറിയ ഡയമണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലേ? ഇത്ര വലിയ ആഭരണങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ഡയമണ്ട്സ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓർണമെന്റ് പർപ്പസ് ആണ്. നമുക്ക് 70% റിസൽ വാല്യൂ ഉള്ള അൺകട്ട് ഡയമണ്ട് ഉണ്ട്. അതിൽ ചില ഡയമണ്ട്സ് നമ്മൾ അല്ലാതെ യൂസ് ചെയ്യും. അതിന്റെ ഡീറ്റെയിൽ എന്താണ്, ഇത് എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് നമ്മൾ എസ്റ്റിമേറ്റിലോ അതിന്റെ ഡീറ്റെയിൽസിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ഇതില് ചെറിയ പോൾക്കീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിപ്പം നേരത്തെ കണ്ട നമ്മുടെ അതേ നെക്ലസിൽ അതേപോലെ തന്നെയാണ്. എല്ലാം ഡിഫറെന്റ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഒട്ടും അൺകട്ട് ഡയമണ്ട്സിന്റെ ആ ഒരു ഇതേപോലെ തന്നെ വന്നിരിക്കുന്നത് അല്ലേ? ഇതിലും ബാക്ക് പോർഷൻ വന്നിട്ട് ഓപ്പൺ ആണ്. ഓപ്പൺ മീൻസ് മറ്റേ ഫ്ലാറ്റ് പോൾക്കി ഫ്ലാറ്റ് പോൾക്കി വിതൗട്ട് ബാക്ക് സെറ്റിംഗ് വരുന്നു. ഇതില് സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുണ്ട്. റൂബി അല്ലേ? നല്ല രസമുണ്ട്. നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഇപ്പോൾ എൻഗേജ്മെന്റോ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഗൗണോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സെറ്റ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഇതിന്റെ കൂടെ പോകും. ഈ ഒരു ചെയിന്റെ കൂടെ അല്ലെങ്കിൽ നെക്ലസിന്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്ത് ഇടാൻ പറ്റിയ ആ ഒരു കോമ്പിനേഷനും എല്ലാം ഇതിൽ വരുന്നുണ്ട്. പോൾക്കിയും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ചെറിയ ഡയമണ്ട്സ് അല്ലേ? ചെറിയ ഡയമണ്ട്സും അതുപോലെ തന്നെ റൂബിയും എല്ലാം വന്നിട്ടുള്ള അതിന്റെ ഒരു ഷേപ്പും ഒരു ഡിഫറെന്റ് ടൈപ്പാണ്. ഇതിന്റെ വേറെ പോർഷനിൽ അതായത് ഫ്രണ്ട് പോർഷനിൽ സ്റ്റോൺസും പോൾക്കിയും കൂടി വന്നിട്ട് ഡയമണ്ടും വന്നിട്ട് ഈ ഒരു പോർഷൻ ഫുള്ള് ഇതെന്ത് ഡിസൈൻ ഗോൾഡും പോൾക്കിയും ഫിൽഗ്രി വർക്ക് അല്ലേ? ഫിൽഗ്രി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വളരെ ഷേപ്പ് കണ്ടോ? നല്ലൊരു എന്താ പറയുക, നമ്മൾ ഡിഫറെന്റ് ഷേപ്പാണ്. ഇതുവരെ കാണാത്തൊരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്.
ഇതിൻ്റെ സൈഡ് പോർഷൻ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല അല്ലേ, കംഫർട്ടബിൾ ആണ് ഇടുന്നത്. ഇങ്ങനത്തെ വളയോ പിന്നെ ഇനിയിപ്പോൾ ചളങ്ങും വേണ്ട, ഓക്കെ ഓൾറെഡി ഡിസൈൻ അങ്ങനെയാവും. ഓക്കെ ചടങ്ങിയാലും പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നത്, അതിന് വേണ്ടി അങ്ങനെ ഡിസൈൻ ചെയ്തതാണ് അല്ലേ. ഓക്കെ ഇതുപോലെ സ്ക്രൂഡ് ആണ് അല്ലേ, സ്ക്രൂ അളവും വെരി നൈസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രാത്രിയിലെ പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നെക്ലേസും ബാംഗിളും ഒക്കെയാണിത്. പോൾക്കി ഡിസൈനിലുള്ളതാണ്. ഇതില് പേള് വരുന്നുണ്ട്, എനിക്കിതിന് ഇതില് നെഗാസ് വർക്കും വരുന്നുണ്ട്, നെഗാസും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പഠിച്ചു തുടങ്ങി കേട്ടോ. നെഗാസ് വർക്ക് ഉണ്ട്, പോൾക്കി വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ പേളും. ഇതില് ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നത് പോൾക്കിയുടെ തന്നെ ഇതാണ് അല്ലേ. ഓക്കെ അതുപോലെ റൂബി വരുന്നുണ്ട്, ചെറിയ ചെറിയ സ്റ്റോൺ വർക്കും പേളും നല്ല രസമുണ്ട്. ഒരു സ്റ്റഡ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ ഒരു ടൈപ്പിലുള്ള. കാതിൽ നമുക്ക് നേരത്തെ വെച്ചൊരു കാത് താങ്ങുന്നു വെച്ച രീതിയിൽ അതിനൊരു ചെറിയ ക്ലിപ്പ് ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പ് ഇത് ക്ലോസ് ആവും, നമ്മളിങ്ങനെ കാതിൽ വന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അല്ലേ. ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഇയറിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുറച്ച്, കാരണം ഇത്രയും വർക്ക് ഉണ്ട്, നഗാസ് വർക്കും അതുപോലെ പോൾക്കി വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് കാതിലിടുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ സാധാരണ ഇയറിംഗ്സിലൊന്നും കാണാത്തൊരു ഇതാണ് അല്ലേ, ചെറിയൊരു സപ്പോർട്ടിംഗ് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് കാത് തൂങ്ങിപ്പോവോ അങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. അതേപോലെ തന്നെ മാട്ടി എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു സപ്പോർട്ട് ഈ ഒരു ക്ലിപ്പും നെഗാസ് ഇല്ല, പോൾക്കിയും അതുപോലെ പേളും റൂബിയൊക്കെ കൂടിയിട്ട് അല്ലേ. കുറച്ച് സിമ്പിൾ ആണിത്, മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും സിമ്പിൾ ആണ്. സ്റ്റോൺ വർക്കാണ് കൂടുതലും വരുന്നത്. അതിൽ പേളിന്റെ അടിയിൽ ചെറിയൊരു ഗോൾഡിന്റെ ഒരു ചെറിയ മുട്ട, നല്ലൊരു ഹാങ്ങിങ് ഒക്കെ കൊടുക്കും. ഇതിപ്പം ഏത് സെറ്റിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് മാച്ച് ചെയ്ത് പോകും. ഇപ്പം പോൾക്കിയുടെ അല്ല ഈ ഒരു നെക്ലസിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്ലസുകളൊന്നും ഇല്ലാതെ സാധാരണ ഇയറിംഗ്സ് മാത്രം ഇടുന്ന ഒരു ട്രെൻഡും ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ലാതെ കഴുത്തിലൊന്നുമില്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിംഗ്സ് ഇടുക, ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും നൈറ്റിലെ പാർട്ടീസിലൊക്കെ. ഓക്കെ അതിൻ്റെ ഒരു വേറെ പാറ്റേൺ വന്നിട്ട് അല്ലേ. ഓക്കെ ഇതില് വരുന്നത് എങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോൾക്കിയുടെ റോഡിയം എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്ക്നെസ് അവിടെ വന്നുകൊണ്ട് ശരിക്കും നല്ലൊരു ഡിസൈൻ ആയിട്ട് ആ പോൾക്കി ശരിക്കും അതിന്റെ സെന്റർ പോർഷനിൽ ശരിക്കും അട്രാക്ട് ചെയ്ത് നിർത്താവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് അല്ലേ. നല്ല രസമുണ്ട്. ഒരു പോർഷനിൽ ചെറിയൊരു സൈഡിലേക്ക് ഒരു പോർഷൻ വന്നിട്ട് അതിലൊരു ചെറിയ ഫ്ലവറും അതെല്ലാം പോൾക്കിയുടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലും ഒരു ഹാഫ് സർക്കിൾ അല്ലേ, അല്ലെ ഹാഫ് സർക്കിളിൽ കൊടുത്തേക്കാം. എന്നിട്ട് അതിലൊരു റൂബി കൊടുത്തിട്ടുണ്ട്, പേളിൻ്റെതും. രണ്ട് സൈഡിലാണ് അല്ലേ, രണ്ട് ഇതിലും വന്നിരിക്കുന്നത്. അതുപോലുള്ള ചെറിയ ഇയറിംഗ്സ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, സെറ്റ് മാത്രമായിട്ട് സെറ്റ് ആയിട്ടല്ലേ പോകുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കൊടുക്കുകയും ചെയ്യാം. ഇത് ശരിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. സിമ്പിൾ ചെയിൻ, അതിൻ്റെ കൂടെ ചെറിയൊരു പെൻഡൻറ്റിൽ പോളലിൻ്റെ പേളും കൂടി അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹാങ്ങിങ് അതിൽ ഒരു ഷേപ്പിൽ, അതേ ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ഇയറിംഗ്സും വന്നിട്ടുള്ളത്. പോൾക്കിയും അതുപോലെ തന്നെ പേളും വന്നിട്ടുള്ളത്. ഇതൊക്കെ എത്ര 1.5 പവനുള്ളൂ. പക്ഷെ നല്ല എന്താ പറയുക, കാഴ്ചയിൽ നല്ലൊരു ലുക്കുള്ള ഒരു ഇത്.